ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. എന്താണ് പ്രാർത്ഥന? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കുന്നില്ല. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില അവസരങ്ങൾ അസ്വസ്ഥരാകുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തോട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണം ഹൃദ്യമാകുന്നത് എപ്പോഴാണ്? എങ്ങനെയാണ് നമ്മൾ പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെടുക, സുഹൃത്തുക്കളാകുക, നമ്മുടെ ഹൃദയങ്ങൾ അവരുടെ മുൻപിൽ പങ്കുവയ്ക്കുക, പരസ്പരം ഷെയർ ചെയ്യുക? ഇതെല്ലാം സംഭവിക്കുന്ന എപ്പോഴാണ്? ആ സുഹൃത്തുമായിട്ട് നമ്മൾ പരസ്പരം ഒരു ഐക്യമുണ്ടാകും, ആ സുഹൃത്തിനോട് നമുക്ക് വിശ്വാസമുണ്ടാകും. അപ്പോഴാണ് നമ്മൾ അവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കും, നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ഈശോയോട് നമുക്ക് എപ്പോഴും എല്ലാം തുറന്ന് സംസാരിക്കുന്നതിനും നമ്മുടെ വേദനകൾ ദൈവവുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്നതിനും സഹായിക്കുന്നത് ദൈവവുമായിട്ട് നമ്മൾ സ്ഥിരം സംഭാഷണം നടത്തുമ്പോഴാണ്. അതിനാണ് നമുക്ക് അനേക കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദൈവവുമായിട്ട് സംസാരിക്കുവാനായിട്ട്, ദൈവവുമായിട്ട് സുഹൃബന്ധം നിലനിർത്തുവാനായിട്ടൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് വിശുദ്ധ ഗ്രന്ഥം, അതുപോലെ കൂദാശകൾ, അതുപോലെ ശുദ്ധ മനസ്സാക്ഷി പാലിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവവുമായിട്ട് അടുക്കാൻ സാധിക്കുക. പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തതിൻ്റെ കാര്യം എന്താണ്? ദൈവഹിതമല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്തുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥന നടത്തുമ്പോഴാണ് അവിടുത്തെ ചൈതന്യം നമ്മളിലേക്ക് പ്രവേശിക്കുക, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരായിട്ട് മാറുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 14-15 തിരുവചനത്തിന് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിതന്മാരെന്ന് വിളിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ കൽപ്പനയോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. ആ ദൈവഹിതം നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാകണം. അത്തരം ഒരു പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-4 വരെയുള്ള തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയാണ്. അതിൽ ഈശോ പറയുന്നത് എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുവാനാണ് അവിടുന്ന് നമ്മളെ ക്ഷണിക്കുന്നത്. ഈ കർത്തൃപ്രാർത്ഥനയിൽ നമുക്കറിയാം 10 പ്രമാണങ്ങളും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്നത്. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. 1 തൊട്ട് 3 വരെയുള്ള പ്രമാണങ്ങൾ. സകല മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ അവിടുത്തെ നാമം പൂജിതമാകുകയാണ്. ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടുകയാണ്. 3-ാമത്തെ പ്രമാണം ദൈവത്തിൻ്റെ ദിനം പരിശുദ്ധമായിട്ട് ആചരിക്കുക. 2-ാമത്തെ പ്രമാണം കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഇതെല്ലാം 1, 2, 3 പ്രമാണത്തിൽ പെടുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ബാക്കി എല്ലാ പ്രമാണങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. അന്നന്ന് വേണ്ട ആഹാരം നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ പല പാപത്തിൽ നിന്നും മോചിതരാകുന്നു.
അതുപോലെ ആത്മീയമായ ഭക്ഷണത്തെക്കുറിച്ചും ദൈവപുത്രൻ്റെ ആ അനുഗ്രഹങ്ങളെക്കുറിച്ചും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ അധ്വാനത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിലൂടെ നമുക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എല്ലാം സമ്പാദിക്കാൻ അവിടെ നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 10 പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കർത്തൃപ്രാർത്ഥന. ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ദൈവഹിതം പ്രകാരമുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 11 തൊട്ട് 13 വരെയുള്ള തിരുവചനത്തിൽ ദൈവം അരുളി ചെയ്യുകയാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല എന്നാ പറയുക. എന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്കാണ് കൊടുത്തിരിക്കുക. എത്രമാത്രം ശക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് പറയാണ്. നിങ്ങളിലെ ഏതൊരു പിതാവാണ് നമ്മുടെ മക്കൾക്കൊരിക്കലും മീനിനെ ചോദിച്ചാൽ പകരം പാമ്പിനെ നൽകിയില്ല, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ നൽകുമോ എന്നാണ് ചോദിക്കുക. കാരണം ഒരു പിതാവിനറിയാം കുട്ടി ചോദിക്കുന്നത് എന്താണ്, തേളിനെയാണോ പാമ്പിനെയാണോ എന്നെല്ലാം പിതാവിന് തിരിച്ചറിയാവുന്നത് കൊണ്ട് പിതാവ് അവർക്ക് നല്ലത് മാത്രം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് പാമ്പിനെ ആയിരിക്കാം, തേളിനെ ആയിരിക്കാം. നമുക്കൊരിക്കലും തിരിച്ചറിയത്തില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് ഭവിച്ചാൽ അവിടെ നന്മയാണോ തിന്മയാണോ ഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വർഷിക്കുവാനായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ദൈവഹിതമാണ്. ദൈവത്തിനോട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കുമ്പോൾ എത്രയധികമായി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ വർഷിക്കപ്പെടും എന്നാണ് ഈശോ നമ്മളോട് അരുളി ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം നിറവേറ്റുവാൻ പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലൗകിക തൃഷ്ണ. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവയുണ്ടാകുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇതിലെന്നല്ല പറയാണ്, നമ്മൾ ചോദിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്നതിന് തിന്മയായിട്ടുള്ളവ നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണ്. അതാണ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തന്നെ നമ്മൾ മാറ്റിവെക്കും, ഭൗമിക കാര്യം അന്വേഷിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ. അതുകൊണ്ടാണ് പാപബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായി ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ ദൈവഹൃദയപ്രകാരമുള്ള പശ്ചാത്താപമുണ്ടാകുന്നു. അവിടെ നിന്നാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭം, അവിടെ നിന്നാണ് നമ്മുടെ വിശുദ്ധിയുടെ ആരംഭം. അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം നമ്മൾക്ക് ശ്രവിക്കാൻ സാധിക്കുക, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ അന്വേഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുകയാണ്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തിൻ്റെ ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു.
അപ്പോൾ ഒരു അവിശ്വസ്തത നമ്മിൽ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ദുഷ്കരമായതെല്ലാം ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കാത്തത്. ക്രിസ്തുവിൻ്റെ രാജ്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ സ്നേഹിതർ എന്ന നാമത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരികയാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറുകയാണ്. കാരണം നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ക്രിസ്തുവിനോടുള്ള നമ്മുടെ യോജിപ്പ്. അത്രയും മാറിയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു. നമ്മൾ ഈശോയുടെ സ്വന്തമാകുമ്പോൾ, ദൈവഹിതം നമ്മിൽ സംഭവിക്കുമ്പോൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്നുള്ള വ്യക്തത നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? ക്രിസ്തുവുമായി ഐക്യപ്പെടുമ്പോഴാണ്. അതാണ് വിശുദ്ധരെല്ലാം അപ്പസ്തോലന്മാർ പറയുകയാണ്. 1 യോഹന്നാൻ 1-3 മുതൽ ഉള്ള തിരുവചനത്തിന് പറയുകയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. യോഹന്നാൻ ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഈ ഐക്യത്തിൻ്റെ കൂട്ടായ്മ, ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ഈ മാനസാന്തരത്തിൻ്റെ കൂട്ടായ്മയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മിൽ വരുമ്പോഴാണ് നമ്മിലെ വ്യത്യാസങ്ങൾ മറ്റൊരു വ്യക്തിയായി നമ്മൾ രൂപാന്തരപ്പെടുക. എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 22-23 തിരുവചനത്തിൽ, നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. 24-ാം തിരുവചനത്തിൽ പറയാണ്, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അതാണ് ഈശോ. ആ ഈശോ നമ്മളെ വിളിക്കുന്നത് ഈശോയുടെ സ്നേഹിതനാകാനാണ്. ഈശോയുടെ സ്നേഹിതനാകുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കും, പരിശുദ്ധിയായിരിക്കും, വിശുദ്ധിയായിരിക്കും. അതുകൊണ്ടാണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ കർത്താവിനോട് ചേർന്ന് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കേണ്ടവരാണ്. അതിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മിൽ വർഷിക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മുന്തിരിച്ചെടിയും ശാഖകളും ആ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ ആ തായ്തണ്ടിനോട് അവിടുന്ന് യോജിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുക. യോഹന്നാൻ 15:3 കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ ഈ വചനത്തിലേക്ക് പ്രവേശിക്കും തോറും നമ്മൾ ശുദ്ധിയുള്ളവരാകും. നമ്മളെ അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുകാരാകും. ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന നമുക്ക് കാണുന്നുണ്ട്. ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നു, ഈശോ വെളിപ്പെടുത്തുന്നു, പ്രവാചകന്മാർ വെളിപ്പെടുത്തുന്നു. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ ആ ക്രൂശിതനായ ഈശോയെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഒരു കണ്ണുനീർ കണങ്ങളുണ്ട്. ഈ കണ്ണുനീരാണ് നമ്മളുടെ പ്രാർത്ഥന. അതിലൂടെ നമ്മുടെ ഹൃദയം മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഈശോയെ നമ്മൾ വഹിക്കുന്നവരായി മാറും. അതാണ്, തങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ആ ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുതാപമാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൈതന്യം നമ്മൾ സ്വീകരിക്കണം. ഈശോ മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലായിരിക്കുമ്പോഴും ഈശോ എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു ഈശോയുടെ ഹൃദയം. ഈശോ എപ്പോഴും പോയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ അത് കണ്ടാണ് ഈശോയോട് പറയുന്നത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, വിജന സ്ഥലത്ത് പോയിരുന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഗെത്സെമനിയിൽ ഈശോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഈശോ എല്ലാ സമയങ്ങളിലും പിതാവിനോട് ആലോചന ചോദിച്ചു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ദുഷ്ടൻ്റെ തല തകർക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറി ഈശോ.
ആ ഈശോയെ നമ്മൾ നോക്കുമ്പോഴാണ്, ഹൃദയപൂർവ്വം നമ്മൾ ആ ഈശോയെ നോക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലും അനുതാപം സ്വീകരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 1 കൊറിന്തോസ് 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലും 1 കൊറിന്തോസ് 2-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കതിൽ മനസ്സിലാകും. എപ്പോഴാണ് നമ്മൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരിക? നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആ ക്രൂശിക്കപ്പെട്ട ഈശോയെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിശുദ്ധ പൗലോസ്ലീഹ തീരുമാനം എടുത്ത സമയം മുതൽ പൗലോസ്ലീഹയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വർഷിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിലും അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 14-ാം തിരുവചനത്തിലും വിശുദ്ധ പൗലോസ്ലീഹയുടെ മാനസാന്തര കഥ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ ക്രിസ്തുവിനെ ശക്തമായി എതിർത്ത് യഹൂദ മതത്തിനു വേണ്ടി ധീരനായി പൊരുതിയൊരു വ്യക്തിയാണ്. ഈശോയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയപ്പോഴാണ് പൗലോസ്ലീഹായെ ദൈവത്തിൻ്റെ പ്രകാശമടിച്ച് അവിടെ നിന്ന് ഒരു മാനസാന്തരത്തിലേക്ക് പൗലോസ്ലീഹ വരുന്നത്. അവിടെ വെച്ച് പൗലോസ്ലീഹായുടെ ദൈവം ചോദിക്കുന്നുണ്ട്, സാവുൾ സാവുൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്നുള്ള അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ പൗലോസ്ലീഹ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹം എത്ര ശക്തിയോടെയാണ് ആ ക്രൂശിതനെ പ്രഘോഷിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 26:14 പൗലോസ്ലീഹയുടെ ദൈവം പറയുകയാണ്, ഇരുമ്പാണിയിന്മേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. കാരണം ഈശോയുടെ നാമം വഹിക്കാനായിട്ട് പൗലോസ്ലീഹ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവത്തെ അത്രമാത്രം അദ്ദേഹം പീഡിപ്പിച്ചു. അതിലൂടെ ദൈവത്തിൻ്റെ ഈശോയുടെ വക്താവായിട്ട് പൗലോസ്ലീഹ മാറുകയാണ്. ആ ഈശോയെ ക്രൂശിതനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇരുമ്പാണിമേലുള്ള ഈശോയെ പൗലോസ്ലീഹ സ്വീകരിച്ചു. ആ നാമം പേറിയപ്പോൾ പൗലോസ്ലീഹ മറ്റൊരു ക്രിസ്തുവായി മാറി. ഗലാത്യർ 2-ാം അധ്യായം 20-ാം വാക്യത്തിലും ഫിലിപ്പി 1:21 വിശുദ്ധ പൗലോസ്ലീഹ ശക്തമായി പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എത്രയോ ശക്തമായിട്ടാണ് അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. മനുഷ്യനിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, പിതാവായ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തു മുഖേനയുമാണ് തൻ്റെ വെളിപ്പെടുത്തലുകളെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ശക്തമായി പ്രഘോഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈശോയെ സ്വീകരിച്ചു, ക്രൂശിതനായ ഈശോയെ സ്വന്തമാക്കി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അദ്ദേഹം ശക്തമായിട്ട് ഈശോയെ പ്രഘോഷിക്കുകയാണ്, ആ ക്രൂശിതനെ പ്രഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്രൂശിതനായ ഈശോയെ നോക്കി കണ്ണീർ പൊഴിക്കുമ്പോൾ മറ്റൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് നമ്മൾ മാറുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 31-ാം തിരുവചനത്തിന്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ആ കുത്തി മുറിവേൽപ്പിച്ച ഈശോയെ നോക്കി നിൽക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ അനുതാപമുണ്ടാകും. ആ അനുതാപ കണ്ണീരാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ കണ്ണീര് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ എല്ലാം അവിടുന്ന് ക്ഷമിക്കപ്പെടുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഇതിൽ പറയാണ്, ദാവീദ് ഭവനത്തിൻ്റെയും ജെറൂസലേം നിവാസികളുടെ മേൽ പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം. ഈ കൃപ അഥവാ പ്രാർത്ഥന ചൈതന്യം എന്ന് പറയുന്നത് ഒരു ചൈതന്യമാണ്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ചൈതന്യം, ഈശോയെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ചൈതന്യം, ഈശോയെക്കുറിച്ച് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ചൈതന്യം. ഈ ചൈതന്യം നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും, ഈശോയെ സ്വന്തമാക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പുണ്യവതിയൊക്കെ പറയുന്നുണ്ട്, അമ്മ ത്രേസ്യ പുണ്യവതിക്ക് ആ ചൈതന്യം, ദൈവത്തിൻ്റെ കൃപ ശക്തമായി വർഷിക്കപ്പെടുന്നത്. അമ്മ ത്രേസ്യ പുണ്യവതി ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് എല്ലാ ദിവസവും കണ്ണീരൊഴുകിയിരുന്നു. ആ കണ്ണുനീരിൽ നിന്നും
അനേകം വെളിപ്പെടുത്തലുകൾ അമ്മത്രസ്യ പുണ്യവതിക്ക് കിട്ടി. ആത്മാവിൻ്റെ വിവിധ തട്ടുകളിലേക്ക് പുണ്യവതിയെ ദൈവം കൊണ്ടുപോകുന്നത് ഈ പീഡാസഹനങ്ങൾ എപ്പോഴും വായിച്ച് ധ്യാനിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കും ഈശോയുടെ ഈ സഹനങ്ങളിൽ പ്രാർത്ഥനയിൽ ഒന്നാകുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈശോയിൽ നിന്ന് പോകാതിരിക്കണമെങ്കിൽ, ഈശോയുടെ കൂടെ ആയിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും ഈശോയുടെ കുരിശിൽ നോക്കി കണ്ണീർ പൊഴിക്കണം. ഈശോയുടെ കുരിശിൽ നോക്കി കണ്ണീർ പൊഴിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇവാഞ്ചലൈസേഷന് പോകുമ്പോൾ അവിടെ അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കും. ദൈവസ്നേഹം കൊണ്ട് ആത്മാക്കൾ നിറയും. വ്യക്തികളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ക്രൂശിതനായ ഈശോയെ നമ്മൾ ആശ്ലേഷിച്ച് കണ്ണീരോടെ ക്രൂശിതനായ ഈശോയെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഈശോയെ കൊടുക്കാൻ പോകുമ്പോഴാണ് എന്ന് വിക്ടർ കൂടെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ക്രൂശിതനെ കൂടുതൽ നമ്മൾ അറിയുവാനും അതിലൂടെ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറാനും നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകും, വേദനകളുണ്ടാകും, ശരീരത്തിന് തളർച്ചകൾ നമുക്ക് അനുഭവപ്പെടും, പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലാത്ത അവസ്ഥകളും നമുക്കുണ്ടാകും, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ പല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഈ അവസ്ഥകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈശോയിൽ കൂടുതൽ ആശ്രയിക്കുക. വിശ്വാസം ഇല്ലെങ്കിലും ഇതാ ഞാൻ കർത്താവേ എന്ന് പറയുന്നതിനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒരിക്കലും സാത്താൻ സമ്മതിക്കില്ല നമ്മളെ പ്രാർത്ഥിപ്പിക്കാനായിട്ട്. യഥാർത്ഥ പ്രാർത്ഥന വരുമ്പോൾ ഇത്തരം വ്യത്യാസങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും നഷ്ടധൈര്യരാകും. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 31-32 ഈശോ വിശുദ്ധ പത്രോസിനോട് പറയുന്നുണ്ട്, ശിമിയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ ചെന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ശിമിയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകുവാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. അപ്പോൾ പത്രോസ്ലിഹായോട് ദൈവം പറയുകയാണ്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. നമ്മൾ പലപ്പോഴും ഈശോയിൽ നിന്ന് പിരിയുകയില്ല, ഈശോയുടെ കൂടെ തന്നെയായിരിക്കും. തീഷ്ണതയുള്ള സമയത്തൊക്കെ നമ്മളും പറയാറുണ്ട്. പ്രാർത്ഥന കൂടിക്കഴിയുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും, ഒരിക്കലും ഈശോയെ വിട്ടു പോകുകയില്ല, ഈശോയുടെ കൂടെ ആയിരിക്കും എന്നെല്ലാം നമ്മൾ തീരുമാനിക്കാറുണ്ട്. എങ്കിലും പലപ്പോഴും നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴാണ് ഈശോ വിശുദ്ധ പത്രോസിനോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. നമ്മളും പലപ്പോഴും വീണ് പോകുമ്പോഴും വീണ്ടും എണീക്കുക, ശക്തി ധരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറൂസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദനും അശുദ്ധനും മേലിൽ നിന്നെ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറൂസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞെഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ഇതിലെല്ലാം പറയുന്നത് എന്താണ്? നമ്മൾ ചാടി എണീക്കണം. വീണാലും തളർന്നാലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിപൂർണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധർക്കെല്ലാം അനുഭവിച്ചൊരു കാര്യമാണ്. അവർ കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റി വെച്ചതിന് ശേഷം പലപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ട വിശുദ്ധരുണ്ട്. വിശുദ്ധ കാതറിൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, പ്രലോഭനങ്ങളുടെ സമയത്ത് അങ്ങ് എവിടെയായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പീഡ സഹിച്ച സമയത്ത് അവിടുന്ന് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദൈവം വിശുദ്ധ കാതറിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, അദൃശ്യനായി ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി ലഭിച്ചത്. ഈ അവിശ്വാസ സമയത്തും എപ്പോഴും അത്യുന്നതനായ ദൈവം നമ്മോടുകൂടെയുണ്ട്. വിശ്വാസം ക്ഷയിക്കുമ്പോഴും നമ്മൾ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും
തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ അനുഗ്രഹീതനാണ്, ഭാഗ്യവാനാണ്. ആ സമയത്ത് നമുക്ക് പ്രകാശത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അന്ധകാരത്തിലായിരിക്കും നമ്മളുടെ യാത്ര. എങ്കിലും തൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. വിശുദ്ധ ജോൺ ഓഫ് ക്രോസിനെ നമുക്കറിയാം. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒന്നുമില്ലാതെ ദരിദ്രനായിട്ട് ഒരു കൊച്ചു ജയിലിൽ കിടന്നപ്പോഴും വിശ്വാസത്യാഗമൊക്കെ അവർക്കുണ്ടാകുന്നുണ്ട്. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. ആ കർത്താവിൻ്റെ കൂടെ അവരെ ആയിരിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആ പൂർവ്വപിതാക്കന്മാരെല്ലാം സകല വിശുദ്ധരും ആ വിശുദ്ധരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനുണ്ടായിരുന്നില്ല. ആ വിശുദ്ധരെല്ലാം പല അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും അവരാ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കപ്പെട്ടവരാണ്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന, അവിടെയാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും തളരരുത്. മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയാണ്, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട. വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലായിരുന്നാലും കർത്താവായിരിക്കും എൻ്റെ പ്രകാശം. നമ്മൾ വീണാലും എഴുന്നേൽക്കുക. അവിടെയാണ് നമ്മുടെ സ്ഥിരത പരീക്ഷിക്കപ്പെടുക. നമ്മൾ സ്ഥിരതയുള്ളവരായി ശക്തരായി വളർന്നു വരണമെങ്കിൽ ഈ പരീക്ഷണങ്ങളിലൂടെ, ഈ ഒറ്റപ്പെടുത്തലിലൂടെ, നിന്ദനങ്ങളിലൂടെ, അപമാനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വർഷിക്കുകയാണ്. ഈശോ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. എന്നിട്ടും ഈശോയ്ക്ക് ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ ആ സങ്കീർത്തനങ്ങൾ എടുത്ത് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ആ അവസ്ഥയിൽ പാപമെല്ലാം വന്ന് ഈശോയെ ചുറ്റിയപ്പോൾ ദൈവസാന്നിധ്യം ഈശോയ്ക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്നാണ് ഈശോ പ്രാർത്ഥിക്കുക. ഈശോ നമുക്ക് വഴികാട്ടിയായി നമുക്ക് വേണ്ടി സ്വയം ബലിയാടായി തീർന്നതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ നമുക്ക് ശക്തി ആർജിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് കർത്താവ് തന്ന വചനങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ക്രൂശിതനായ ഈശോയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനേറ്റവും വലിയ മാതൃകയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ ഈശോയുടെ കുരിശിൻ്റെ അരികെ പരിശുദ്ധ മറിയമുണ്ടായിരുന്നു. ആ അമ്മയുടെ സഹനങ്ങളുടെ വേളയിൽ ആ അമ്മ തൻ്റെ സ്വപുത്രനെ ബലി കഴിപ്പിച്ചപ്പോഴും സ്വപുത്രൻ ബലി കഴിപ്പിക്കപ്പെട്ടപ്പോഴും പരിശുദ്ധ മറിയം ശക്തമായി ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ നമുക്ക് മാതൃകയാക്കാം. തീർച്ചയായിട്ടും ആ പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം നമുക്കെപ്പോഴും ആവശ്യമാണ്. ഈ സഹനങ്ങളുടെ വേളയിൽ, ഒറ്റപ്പെടുത്തലിൻ്റെ വേളയിൽ, നമ്മൾ തളർന്ന് വീഴുന്ന സമയങ്ങളിൽ ഒക്കെ അമ്മയായി മറിയം നമ്മുടെ കൈക്ക് പിടിച്ച് ഈശോയുമായിട്ട് നമ്മളെ ലയിപ്പിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ലോകത്തെ കീഴ്പ്പെടുത്തി ക്രിസ്തുവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹിതരായിട്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നവരായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ശ്വാസവും പ്രാർത്ഥനയായി മാറ്റുവാനായിട്ട് ദൈവഹിതം നിറവേറ്റുന്ന ശ്വാസങ്ങളായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മളുടെ ജോലി സ്ഥലത്തും നമ്മളുടെ കുടുംബത്തിലും ഈശോയുടെ സാന്നിധ്യവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടായിരിക്കാൻ അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.